ദുരന്തങ്ങൾ ചാകരയാക്കുന്നവർ. വയനാട് ദുരന്തത്തെ സുവർണാവസരങ്ങളാക്കുന്ന തീവട്ടികളെക്കുറിച്ച് i2 ന്യൂസ് വാർത്ത നൽകിയപ്പോൾ ഞങ്ങൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും കേസെടുത്തു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ വെളിപ്പെടുത്തുവാൻ പോകുന്ന ചില കണക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രളയവും സുനാമിയും കൊറോണയും ഒക്കെ വന്നപ്പോൾ സർക്കാരും സഭകളും കോർപ്പറേറ്റുകളും അടക്കം വൻ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. അവർ ഓഫർ ചെയ്തതിൻ്റെ 10 മടങ്ങ് അവർ വാർത്താമാധ്യമങ്ങളിലൂടെ ആ പേരിൽ മൈലേജ് ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ആ വാഗ്ദാനങ്ങൾ കാര്യമായി പാലിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മാത്രം ഇപ്പോൾ അവശേഷിക്കുന്നു എന്ന് പറയുന്ന 1650 കോടി രൂപ മേൽപ്പറഞ്ഞ ദുരന്തബാധിതരെ സഹായിക്കുവാനായി സുമനസ്സുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കനിഞ്ഞു നൽകിയതാണ്. വയനാട് ദുരന്തത്തിനിരയായവർക്ക് സഹായം എത്തിക്കുവാൻ ഇതുവരെ പണമായി എത്തിയത് മാത്രം 110 കോടി രൂപ കഴിഞ്ഞു. കോടികളുടെ സാധന സാമഗ്രികൾ വയനാട്ടിലെ കളക്ഷൻ സെന്ററിൽ ദുരിതബാധിതർക്ക് എത്തിച്ചു കൊടുക്കുവാൻ പോലും മാർഗമില്ലാതെ കുമിഞ്ഞുകൂടി കിടക്കുന്നു. അതുപോലെ വീടുകൾ വെച്ച് നൽകുവാനുള്ള ഓഫറുകൾ 1916 കവിഞ്ഞു. വയനാട്ടിൽ തകർന്ന വീടുകളുടെ എണ്ണം 348 ഓർക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി ചലഞ്ച്, കോർപ്പറേറ്റുകളുടെ സഹായങ്ങൾ, അങ്ങനെ പല ഇനങ്ങളിലായി സഹായങ്ങൾ ഇനിയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനും പുറമെയാണ് ഇപ്പോൾ കേന്ദ്രത്തോട് 2000 കോടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി വീട് വെച്ച് നൽകുവാനാണ് അത്രേ ഈ പണം. ലഭ്യമായ വിവരമനുസരിച്ച് വയനാട്ടിൽ തകർന്ന വീടുകളുടെ എണ്ണം 348. ഈ വീടുകൾ വെച്ച് നൽകാം എന്ന് വാഗ്ദാനം നൽകിയവർ ആരൊക്കെയാണെന്ന്, എത്ര വീടുകളാണെന്ന് നമുക്കിനി നോക്കാം. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട വിവരങ്ങൾ മാത്രമാണിത്. വീടുകൾ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തവർ ഇതിലും കൂടുതലുണ്ട്. ഇവരാരും എത്ര രൂപ വിലമതിക്കുന്ന വീടുകളാണ് വെച്ച് നൽകുന്നതെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ HRDS 10 ലക്ഷം രൂപ വിലമതിക്കുന്ന വീടുകളാണെന്നും അതിന്റെ എലിവേഷനും സമഗ്രമായ പ്ലാനും സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ലിസ്റ്റിലേക്ക്. HRDS ഇന്ത്യ 500 വീടുകൾ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ KPCC 100 വീടുകൾ, NSS 150 വീടുകൾ, ഓർത്തഡോക്സ് സഭ 50 വീടുകൾ, കർണാടക ഗവൺമെന്റ് 100 വീടുകൾ, കോഴിക്കോട് ബിസിനസ് ക്ലബ് 50 വീടുകൾ, മുസ്ലിം ലീഗ് 100 വീടുകൾ, മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ TV 100 വീടുകൾ, പ്രതിധ്വനി IT എംപ്ലോയീസ് വെൽഫെയർ ഓർഗനൈസേഷൻ 2 വീടുകൾ, സുകേഷ് ചന്ദ്രശേഖർ 15 കോടി മുടക്കി 300 വീടുകൾ വെച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. KCBC 100 വീടുകൾ, ആലപ്പുഴ കോർവ ഗ്രൂപ്പ് 50 വീടുകൾ, ശോഭ ഗ്രൂപ്പ് 50 വീടുകൾ, DYFI 25 വീടുകൾ, പീസ് വാലി 20 വീടുകൾ, കോട്ടക്കൽ ആര്യവൈദ്യശാല 10 വീടുകൾ, അഖിൽ മാരാർ 3 വീടുകൾ, റെസിഡൻസ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി 2 വീടുകൾ, VWMC 1 വീട്, അജിത് വിനായക 2 വീടുകൾ, പാമ്പാടി പഞ്ചായത്ത് 1 വീട്, KGA ഗ്രൂപ്പ്, മർത്തോമ സഭ, ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ളവർ 200 വീടുകൾ. അങ്ങനെ മൊത്തം 1916 വീടുകൾ വെച്ച് നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുള്ളതായാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ആകെ തകർന്ന വീടുകൾ 348, അധികമുള്ളത് 1568 വീടുകൾ. ഈ ലിസ്റ്റും പൂർണ്ണമല്ല. ഉറ്റവരെ നഷ്ടപ്പെട്ടതും വീടുകൾ നഷ്ടപ്പെട്ടതും 348 പേർക്കാണ്. കാണാതായവരുടെ ലിസ്റ്റും പൂർത്തീകരിക്കേണ്ടതായുണ്ട്. ഇവരല്ലേ എല്ലാ സഹായത്തിനും അർഹർ? ഇവർക്കല്ലേ പരമാവധി സഹായം നൽകേണ്ടത്? വയനാട് ദുരന്തത്തിന്റെ പേരിൽ എത്തിയ സഹായം ഇവർക്ക് തന്നെ നൽകുക. ഈ പണമെടുത്ത് മറ്റു പരിപാടികൾക്ക് പോകരുത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപമായി ഇടരുത്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 348 വീടുകളാണ് തകർന്നത്. അവർക്ക് 1 കോടി രൂപ വീതം തന്നെ നൽകണമെന്ന് വെക്കുക. അതിനായി പരമാവധി ആവശ്യമുള്ളത് 348 കോടി രൂപയാണ്. ആ മേഖലയിൽ തകർന്ന പൊതുവായ ഇൻഫ്രാസ്ട്രക്ചർ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു 152 കോടി രൂപ കൂടി ഉൾപ്പെടുത്തിയാലും 500 കോടിയുടെ ആവശ്യമേ വരികയുള്ളൂ. അതീവ പരിസ്ഥിതി ലോല പ്രദേശത്ത് വീണ്ടും 1 ലക്ഷം വീട് കോളനി ഉണ്ടാക്കി അതിന് എന്തൊക്കെ നൂതന പേരുകൾ നൽകിയാലും ദുരന്തത്തിനിരയായവർക്ക് അതിന് താല്പര്യം കാണാൻ സാധ്യതയില്ല. അവർക്ക് ആ പണം നൽകിയാൽ അവിടെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഉള്ള മേഖലയിൽ അവർക്ക് ഇഷ്ടത്തിനുള്ള ഒരു വീട് പണിയാം, അല്ലെങ്കിൽ വാങ്ങിക്കാം. സർക്കാർ വീട് പണിയാൻ പോയാൽ ലൈഫ് പദ്ധതിയുടെ ഗതികേട് വരും. സഹായത്തിന്റെ പകുതി പോലും ഗുണഭോക്താക്കളിലേക്ക് എത്തുകയില്ല. സർക്കാർ ചെയ്യേണ്ടുന്നത് വയനാട് പുനർനിർമ്മിതിക്കായി ഒരു ഏകോപന സമിതി ഉണ്ടാക്കി ഈ വീടുകൾ ഓഫർ ചെയ്തവരോട് പണം റിവൈവ് വയനാട് പ്രോജക്റ്റിലേക്ക് കൈമാറാൻ ആവശ്യപ്പെടുക. ആ പണം ഈ സമിതി ജുഡീഷ്യസ് ആയി അർഹരായവർക്ക് മാത്രം നൽകുക. അതിന് മുന്നോടിയായി ഈ സമിതി ദുരന്തത്തിനിരയായ ഓരോരുത്തർക്കും ഉണ്ടായ കൃത്യമായ ഡാമേജ് അസസ്മെന്റ് നടത്തുക. അവരുടെ ആവശ്യം പ്രയോറിറ്റി അനുസരിച്ച് തയ്യാറാക്കുക.
അവശേഷിക്കുന്ന അംഗങ്ങളെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കുക. ഒരു വീട് കൊണ്ട് മാത്രമാകുന്നില്ല കാര്യങ്ങൾ. വായ്പകൾ ഉണ്ടെങ്കിൽ അത് എഴുതിത്തള്ളുക. ഉപജീവനത്തിനും വരുമാനത്തിനുമുള്ള ഉപാധി ഉണ്ടാവണം. തുടർ വിദ്യാഭ്യാസത്തിനുള്ള സഹായം ലഭിക്കണം. ജോലിക്കുള്ള സഹായം ലഭിക്കണം. സ്വയം തൊഴിൽ ആരംഭിക്കുവാനുള്ള പദ്ധതികൾ ഒക്കെ ഉണ്ടാവണം. അതിലെല്ലാം ഉപരി ഇത്തരം ദുരന്തമുണ്ടാകുവാൻ സാധ്യതയുള്ള ഹൈറിസ്ക് സോൺ മേഖലകൾ കണ്ടെത്തി അവിടം വിട്ടുപോകുവാൻ ജനങ്ങളെ സഹായിക്കുക. ആ മേഖലകളിൽ പരിസ്ഥിതിക്ക് നാശം തട്ടുവാൻ സാധ്യതയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിലക്കുക. അതുപോലെ തന്നെ സഹായം വാഗ്ദാനം നൽകി മൈലേജ് ഉണ്ടാക്കി അത് പാലിക്കാത്തവരുടെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിടുക. അവരുടെ പേരിൽ കബളിപ്പിക്കലിന് നിയമ നടപടി സ്വീകരിക്കുക. കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ ഓർത്തഡോക്സ് സഭ കോടികൾ ഭവന നിർമ്മാണത്തിന്റെ പേരിൽ വിശ്വാസികളിൽ നിന്നും പിരിക്കുകയുണ്ടായി. എന്നാൽ ആ പണം എന്ത് ചെയ്തു എന്ന് യാതൊരു കണക്കുകളുമില്ല. ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ സർക്കാരും സന്നദ്ധ സംഘടനകളും വയനാട് ദുരന്തത്തെ ചാകരയാക്കരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥനയുള്ളത്. ഇനി കൂടുതൽ ശ്രദ്ധ ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കുവാനും ഉണ്ടായാൽ തന്നെ അതിന്റെ കാഷ്വാലിറ്റി കുറയ്ക്കുവാനും വേണ്ട പ്ലാനിങ്ങും പദ്ധതികളുമാണ്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്ത് വെള്ളത്തിന്റെ അളവ് 50 അടിയിൽ താഴെ കൊണ്ടുവരിക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.